പ്രിയമുള്ള വിദ്യാർത്ഥികളെ, നിങ്ങൾക്കെല്ലാവർക്കും +1 അക്കൗണ്ടൻസി റിവിഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ചാപ്റ്റർ 3 റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ് എന്ന പാഠഭാഗമായിരുന്നു. ആ ചാപ്റ്ററിൽ അക്കൗണ്ടിംഗ് ഇക്വേഷൻ എന്താണെന്നും അത് ചെയ്യേണ്ട രീതി എന്താണെന്നും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കി. ഫോക്കസ് ഏരിയ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി. അക്കൗണ്ടിംഗ് ഇക്വേഷൻ എന്താണെന്ന് മനസ്സിലാക്കി. അസറ്റ്സ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റീസ് എന്നുള്ളതാണ് അക്കൗണ്ടിംഗ് ഇക്വേഷൻ എന്നും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കി. ഇനി നമുക്ക് അതുമായി ബന്ധപ്പെട്ട് തുടർന്ന് 2 പ്രോബ്ലം നമ്മൾ ചെയ്തു. അക്കൗണ്ട് ഇക്വേഷൻ ശരിയാണെന്ന് പ്രൂവ് ചെയ്യുന്നതിനുള്ള 2 ചോദ്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തു. പുതുതായിട്ട് ഇന്ന് നമ്മൾ ഒരു ചോദ്യം നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും. പ്രൂവ് ദി അക്കൗണ്ട് ഇക്വേഷൻ ഫ്രം ദ ഫോളോയിങ് ട്രാൻസാക്ഷൻ. താഴെ തന്നിരിക്കുന്ന ഇടപാടുകളിൽ നിന്നും അക്കൗണ്ട് ഇക്വേഷൻ ശരിയാണെന്ന് തെളിയിക്കുക. അപ്പോൾ അതിന് സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് ₹40 lakh 4 lakh 4 ലക്ഷം രൂപയ്ക്ക് ബിസിനസ് ആരംഭിച്ചു. രണ്ടാമത്തെ പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് ₹10,000 രൂപയുടെ സാധനങ്ങൾ വാങ്ങി. സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് ₹5,000 5,000 രൂപയ്ക്ക് സാധനങ്ങൾ വിറ്റു. സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ₹2,000 2,000 രൂപയുടെ സാധനങ്ങൾ കടത്തിന് വിറ്റു. ഈ 4 ഇടപാടുകൾ ചെയ്തിട്ട് അക്കൗണ്ട് ഇക്വേഷൻ ഓരോ ഇടപാട് കഴിയുമ്പോഴും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ അസറ്റ്സ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റീസ് എന്ന അക്കൗണ്ട് ഇക്വേഷൻ ഓരോ ട്രാൻസാക്ഷൻ ഓരോ ഇടപാട് കഴിയുമ്പോഴും ഈക്വൽ ആണെന്ന് തെളിയിക്കുക എന്നാണ് നമുക്കുള്ള ചോദ്യം. അപ്പോൾ ഈ ചോദ്യം ചെയ്യുമ്പോൾ അതിലുള്ള ആസ്പെക്റ്റുകൾ ഡുവൽ ആസ്പെക്റ്റ് ഓരോ ഇടപാടിലുള്ള ഡുവൽ ആസ്പെക്റ്റുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ കണ്ടെത്തേണ്ടത്. ഒന്നാമത്തെ ഇടപാടിൽ ക്യാഷും ക്യാപിറ്റലുമാണ്. രണ്ടാമത്തെ ഇടപാട് പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് അറിയുമ്പോൾ അതിൽ സ്റ്റോക്കും ക്യാഷും. സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് എന്നുള്ളതിൽ സ്റ്റോക്കും ക്യാഷും സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് എന്നുള്ളതിലും സ്റ്റോക്കും ക്യാഷുമാണ്. അവിടെ സ്റ്റോക്ക് കുറയാണ് ചെയ്യുന്നത്. പർച്ചേസ് ചെയ്യുമ്പോൾ സ്റ്റോക്ക് കൂടുന്നു. സാധനങ്ങൾ വിൽക്കുമ്പോൾ സ്റ്റോക്ക് കുറയുന്നു. സ്റ്റോക്കും ക്യാഷും തന്നെ. സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ സ്റ്റോക്ക് കുറയുന്നു. അപ്പോൾ സ്റ്റോക്കും കടത്തിന് വിൽക്കുമ്പോൾ നമുക്ക് ആ കസ്റ്റമേഴ്സ് നമുക്ക് പൈസ തരാനുള്ളവരാണ്. അപ്പോൾ ബിസിനസ്സിന് പണം തരാനുള്ളവരെ ഡെപ്റ്റേഴ്സ് എന്ന് പറയും. അപ്പോൾ സ്റ്റോക്കും ഡെപ്റ്റേഴ്സുമാണ് സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് എന്നുള്ളതിൻ്റെ 4ാമത്തെ ഇടപാടിൻ്റെ 2 ആസ്പെക്റ്റുകൾ, സ്റ്റോക്കും ഡെപ്റ്റേഴ്സും. അപ്പോൾ നമ്മൾ മറക്കരുത്, ചോദ്യം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. ഒന്നാമത്തെ ചോദ്യം സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് 4 lakhs 4 ലക്ഷത്തിന് ക്യാഷ് ബിസിനസ് ആരംഭിച്ചു പറയുമ്പോൾ അവിടെ ക്യാഷ് 4 ലക്ഷം രൂപ ബിസിനസ്സിന് കിട്ടുന്നു. അതുപോലെ 4 ലക്ഷം രൂപയുടെ ക്യാപിറ്റൽ തിരിച്ച് കൊടുക്കാനുള്ള ബാധ്യതയുണ്ട്. അപ്പോൾ അത് നമുക്ക് ഈ അക്കൗണ്ട് ഇക്വേഷൻ പ്രൂവ് ചെയ്യാൻ ട്രാൻസാക്ഷൻ കോളത്തിൽ ട്രാൻസാക്ഷൻ 1 എന്ന് അടയാളപ്പെടുത്തിയിട്ട് 4 lakhs ക്യാഷ് എന്ന കോളത്തിൽ 4 ലക്ഷം രൂപ എന്നുള്ളത് നമ്മൾ എഴുതുന്നു. പിന്നീട് സ്റ്റോക്കും ഡെപ്റ്റേഴ്സും നമ്മൾ ഇവിടെ വേറെ 2 ഐറ്റംസ് അസറ്റ് ഭാഗത്ത് വരുന്നത് പഠിച്ചു. പിന്നീട് വരുന്നത് ക്യാപിറ്റൽ മാത്രമാണ്. അപ്പോൾ ഈ ക്യാപിറ്റലിൽ ക്യാഷ് കിട്ടി 4 ലക്ഷം കിട്ടിയാൽ ക്യാപിറ്റൽ 4 ലക്ഷം രൂപ കൊടുക്കാനാണ്. അപ്പോൾ ക്യാപിറ്റലിൽ 4 ലക്ഷം 4 lakhs എന്ന് എഴുതുന്നു. അപ്പോൾ 2 സൈഡും ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അസറ്റ് സൈഡ് ടോട്ടൽ 4 ലക്ഷം, ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ സൈഡും ടോട്ടൽ 4 ലക്ഷം. അപ്പോൾ അക്കൗണ്ട് ഇക്വേഷൻ ശരിയാണെന്ന് ആ ഒരു ഇടപാട് കഴിഞ്ഞപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റി. ഇനി രണ്ടാമത്തെ ട്രാൻസാക്ഷനാണ് പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്
₹1000 1000 രൂപക്ക് സാധനങ്ങൾ വാങ്ങി എന്നുള്ളതാണ് രണ്ടാമത്തെ ഇടപാട്. അപ്പോൾ 1000 രൂപക്ക് സാധനങ്ങൾ വാങ്ങിയാൽ 1000 രൂപ ക്യാഷിൽ നിന്ന് 1000 അല്ല 10000 രൂപ 10000 രൂപ ക്യാഷിൽ നിന്ന് കുറയും. അപ്പോൾ ക്യാഷിൽ നിന്ന് കുറയുമ്പോൾ -10000 എന്ന് കോളത്തിൽ ക്യാഷിൻ്റെ ഭാഗത്ത് കാണിക്കണം. അതുപോലെ സാധനങ്ങൾ വാങ്ങിയാൽ സാധനങ്ങൾ ബിസിനസ്സിലേക്ക് കിട്ടുന്നു. സാധനങ്ങളാണ് വിൽക്കാൻ വേണ്ടിയുള്ള സാധനങ്ങളാണ് അവയെ സ്റ്റോക്ക് എന്ന് പറയും. അപ്പോൾ ഈ സ്റ്റോക്ക് അവിടെ വർദ്ധിക്കുന്നു. 10000 രൂപയുടെ സ്റ്റോക്ക് വർദ്ധിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അത് നമ്മൾ ഈ അക്കൗണ്ടിങ് ഇക്വേഷൻ പ്രൂവ് ചെയ്യാൻ ആ കോളങ്ങൾ വരച്ചിട്ട് ക്യാഷ് എന്നുള്ളതിൽ താഴെ ഭാഗത്തായിട്ട് 10000 രൂപ കുറയുന്നു -10000 എന്ന് എഴുതിയത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ 10000 രൂപ കുറയുന്നു എന്നവിടെ കാണിക്കാൻ പറ്റും. അതുപോലെ പർച്ചേസ് ചെയ്യാണ്, സാധനങ്ങൾ വാങ്ങുന്നു. സാധനങ്ങൾ വാങ്ങുമ്പോൾ സ്റ്റോക്ക് ബിസിനസ്സിൻ്റെ കയ്യിലുള്ള സ്റ്റോക്ക് വർദ്ധിക്കുന്നു. അപ്പോൾ 10000 രൂപ സ്റ്റോക്കിൽ കൂടുന്നതായിട്ടും നിങ്ങൾക്ക് അവിടെ രേഖപ്പെടുത്താൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ബാലൻസ് ചെയ്ത് നോക്കണ്ടേ, ഈ ടോട്ടൽ ചെയ്ത് നോക്കേണ്ടത്. ക്യാഷ് എയ്ഡ് ടോട്ടൽ ചെയ്യുമ്പോൾ ക്യാഷ് 4 ലക്ഷത്തിൽ നിന്ന് 10000 രൂപ പോയാൽ 3,90,000. സ്റ്റോക്ക് ടോട്ടൽ ചെയ്യുമ്പോൾ അവിടെ 10000. വേറെ എവിടെയും ടോട്ടലില്ല. ക്യാപിറ്റൽ ടോട്ടൽ ചെയ്യുമ്പോൾ 4 ലക്ഷം. അത് വേറെ ഐറ്റംസ് ഒന്നുമില്ല, 4 ലക്ഷം. അങ്ങനെ രണ്ട് സൈഡും വീണ്ടും കൂട്ടുമ്പോഴും അപ്പോൾ നമുക്കത് ടോട്ടൽ ചെയ്ത് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. ക്യാഷ് ടോട്ടൽ 3,90,000, സ്റ്റോക്ക് ടോട്ടൽ 10000. അപ്പോൾ ആ സൈഡ് ടോട്ടൽ അസറ്റ് സൈഡ് ടോട്ടൽ 3,90,000 10000 കൂട്ടിയാൽ 4 ലക്ഷം തന്നെ. ക്യാപിറ്റൽ മാത്രമേ ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റി സൈഡിലുള്ളൂ. ക്യാപിറ്റൽ 4 ലക്ഷം. അപ്പോൾ രണ്ട് സൈഡും ഈക്വലാണ്. അപ്പോൾ രണ്ടാമത്തെ ഇടപാട് കഴിഞ്ഞപ്പോഴും അസറ്റ്സ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റീസ് എന്ന അക്കൗണ്ട് ഇക്വേഷൻ ശരിയാണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ മൂന്നാമത്തെ ഇടപാട് പറയുന്നത് സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് ₹5,000. 5000 രൂപക്ക് സാധനങ്ങൾ വിറ്റു. അപ്പോൾ 5000 രൂപക്ക് സാധനങ്ങൾ വിറ്റു എന്നുള്ളത് നിങ്ങൾക്ക് ആ ഫോർമാറ്റ് എഴുതുമ്പോൾ അതിൽ സാധനങ്ങൾ വിൽക്കുമ്പോൾ സ്റ്റോക്ക് കുറയും. സ്റ്റോക്കിലുള്ള സാധനങ്ങളാണ് വിൽക്കുന്നത്, സ്റ്റോക്ക് കുറയും. അപ്പോൾ സ്റ്റോക്കിൽ 5000 രൂപ മൈനസ് വരും. ക്യാഷ് കൂടും, ക്യാഷിനാണ് വിൽക്കുന്നത്. അപ്പോൾ ക്യാഷ് 5000 രൂപ കൂടും. അപ്പോൾ ക്യാഷ് കോളത്തിൽ 5000 പ്ലസ് ചെയ്യും, പ്ലസ് 5000 ക്യാഷ് കോളത്തിലും. സ്റ്റോക്കിൻ്റെ ഭാഗത്ത് സ്റ്റോക്ക് കുറയുന്നു, സാധനങ്ങൾ വിൽക്കുമ്പോൾ സ്റ്റോക്ക് കുറയുന്നു, -5000 എഴുതണം. അത് നമുക്ക് സ്ക്രീനിൽ എഴുതിയതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. +5000 ക്യാഷിൽ കൂടുകയും -5000 സാധനങ്ങൾ വിറ്റാൽ സ്റ്റോക്കിൽ നിന്ന് കുറയും, വിൽക്കുമ്പോൾ പൈസ കിട്ടുന്നു, ക്യാഷിൽ കൂടും. അപ്പോൾ ക്യാഷിൽ 5000 കൂടി, സ്റ്റോക്കിൽ 5000 രൂപ കുറഞ്ഞു. അപ്പോൾ ഇനി ഇത് ബാലൻസ് ചെയ്യണം, ഇത് ടോട്ടൽ ചെയ്യണം. ടോട്ടൽ ചെയ്യുമ്പോൾ ക്യാഷ് കോളം ടോട്ടൽ 3,95,000. അതുപോലെ സ്റ്റോക്ക് ടോട്ടൽ 10000 ഉണ്ടായിരുന്നു. അതിന് 5000 സ്റ്റോക്ക് കുറഞ്ഞു. സാധനങ്ങൾ വിൽക്കുകയാണ് ചെയ്തത്. സാധനങ്ങൾ വിറ്റപ്പോൾ 5000 രൂപ സ്റ്റോക്ക് കുറഞ്ഞു. അപ്പോൾ സ്റ്റോക്ക് ബാലൻസ് ഉള്ള 5000. പിന്നീട് അപ്പോൾ ആ സൈഡ് അസറ്റ് സൈഡ് ടോട്ടൽ 3,95,000 5000 കൂട്ടിയാൽ 4 ലക്ഷം. ക്യാപിറ്റൽ സൈഡിൽ മാറ്റമൊന്നുമില്ല, ക്യാപിറ്റൽ മാത്രമേ ഉള്ളൂ. ക്യാപിറ്റൽ സൈഡ് ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ സൈഡ് 4 ലക്ഷം. അപ്പോൾ രണ്ട് സൈഡും ഇപ്പോഴും ഈക്വലാണെന്ന് തെളിഞ്ഞു. അപ്പോൾ ഇതിൽ നിന്നും അക്കൗണ്ട് ഇക്വേഷൻ മൂന്നാമത്തെ ട്രാൻസാക്ഷൻ എഴുതി കഴിഞ്ഞപ്പോഴും നമ്മുടെ അക്കൗണ്ട് ഇക്വേഷൻ ശരിയാണെന്ന് പ്രൂവ് ചെയ്യാൻ നമുക്ക് പറ്റി. ഇനി നാലാമത്തെ ട്രാൻസാക്ഷൻ നോക്കുക. സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് 2000. സാധനങ്ങൾ 2000 രൂപയ്ക്ക് വിറ്റു. അപ്പോൾ കടത്തിന് വിറ്റു പറയുമ്പോൾ കടത്തിന് വിറ്റു പറയുമ്പോൾ നമുക്ക് പണം തരാനുള്ളവരുണ്ട്, അവരെ ഡെപ്റ്റേഴ്സ് അറിയും. അപ്പോൾ ഡെപ്റ്റേഴ്സിൽ 2000 രൂപ കൂടും. അതുപോലെ സാധനങ്ങൾ വിൽക്കുമ്പോൾ സ്റ്റോക്കിൽ 2000 രൂപ കുറയും. അത് നമുക്ക് സ്ക്രീനിൽ എഴുതിയായിട്ട് കാണാൻ പറ്റും. സ്റ്റോക്കിൽ 2000 രൂപ, സാധനങ്ങൾ 2000 രൂപക്ക് വിറ്റാൽ 2000 രൂപയുടെ സാധനങ്ങൾ സ്റ്റോക്കിൽ കുറഞ്ഞു. അത് കടത്തിനാണ് വിറ്റത്. അതുകൊണ്ട് കടത്തിന് വിൽക്കുമ്പോൾ കടക്കാർ, പണം തരാനുള്ളവർ, അവരെ നമ്മൾ ഡെപ്റ്റേഴ്സ് എന്നാണ് പറയാം. ബിസിനസ്സിൽ പണം തരാനുള്ളവരാണ് ഡെപ്റ്റേഴ്സ്. അപ്പോൾ ഡെപ്റ്റേഴ്സ് 2000 രൂപ കൂടി. ഇത് ടോട്ടൽ ചെയ്യുമ്പോഴും ക്യാഷിൽ മാറ്റമില്ല, 3,95,000. സ്റ്റോക്കിന് ടോട്ടൽ ചെയ്യുമ്പോൾ
5000-ൽ നിന്ന് 2000 രൂപ സ്റ്റോക്ക് കുറഞ്ഞാൽ 3000 സ്റ്റോക്ക് ബാലൻസ് ഉണ്ട്. അതുപോലെ ഡെപ്റ്റേഴ്സ് 2000 ടോട്ടലുണ്ട്. അത് മൂന്നും കൂട്ടിക്കഴിഞ്ഞാൽ ക്യാഷും സ്റ്റോക്കും ഡെപ്റ്റേഴ്സും കൂട്ടിക്കഴിഞ്ഞാൽ 4 ലക്ഷം രൂപ ടോട്ടൽ അസറ്റ് സൈഡ് കിട്ടും. അതുപോലെ ക്യാപിറ്റലിൽ മാറ്റമില്ല. അപ്പോൾ ക്യാപിറ്റൽ ടോട്ടൽ 4 ലക്ഷം തന്നെ. അപ്പോൾ 4 ട്രാൻസാക്ഷൻസ് കഴിഞ്ഞപ്പോഴും അക്കൗണ്ട് ഇക്വേഷൻ ശരിയാണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞു. അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചെയ്യേണ്ടത്. ഇത്തരമൊരു ചോദ്യം 4 മാർക്കിന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഉറപ്പായിട്ടും ചോദ്യം വരും. അപ്പോൾ ഈ കാര്യങ്ങളൊന്ന് ശരിക്ക് കേൾക്കുക, പഠിക്കുക. ഇനി ഇതുമായി ബന്ധപ്പെട്ട ഒരു അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ നൽകും. ഈ ക്ലാസ്സിൽ നിന്നും നോക്കിയിട്ട് അതും എഴുതാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ ഇവിടെ കാണാൻ പറ്റും. നേരത്തെ തന്ന ചോദ്യം തന്നെ, അതിൻ്റെ ചെറിയ അമൗണ്ടുകളിലൊക്കെ ഒരു മാറ്റമേ ഉള്ളൂ. പ്രൂവ് ദി അക്കൗണ്ട് ഇക്വേഷൻ ഫ്രം ദ ഫോളോയിങ് ട്രാൻസാക്ഷൻ. താഴെ തന്നിരിക്കുന്ന ഇടപാടുകളിൽ നിന്ന് അക്കൗണ്ട് ഇക്വേഷൻ ശരിയാണെന്ന് തെളിയിക്കാം. സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് ₹6 lakh. 6 ലക്ഷം രൂപയ്ക്ക് ബിസിനസ് ആരംഭിച്ചു. അപ്പോൾ അത് നമ്മൾ സാധാരണ ചെയ്ത പോലെ തന്നെയുള്ളതാണ്. ക്യാഷും ക്യാപിറ്റലും ആണുള്ളത്. പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. നേരത്തെ പറഞ്ഞു തന്നെയാണ്. 10,000 രൂപയുടെ സാധനങ്ങൾ വാങ്ങി. അതേ രീതിയിലുള്ളൊരു ചോദ്യമാണ്. സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ് 6,000 രൂപയ്ക്ക് സാധനങ്ങൾ വിറ്റു. സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ₹3,000 രൂപയ്ക്ക് സാധനങ്ങൾ കടത്തിന് വിറ്റു. ഇത്രയും കാര്യങ്ങളാണുള്ളത്. കടത്തിന് വിൽക്കുമ്പോൾ പറയുമ്പോൾ ഡെപ്റ്റേഴ്സാണ് അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ ക്യാഷ്, സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ്, ഇത് 3 കോളങ്ങളാണ് അസറ്റ് സൈഡിൽ വരുന്നത്. പിന്നെ ലയബിലിറ്റി സൈഡിൽ ലയബിലിറ്റീസ് ഒന്നുമില്ല, അതിനുള്ളതൊന്നും ആസ്പെക്റ്റുകളൊന്നും ഇതിലില്ല. ക്യാപിറ്റൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ലയബിലിറ്റി സൈഡിൽ ക്യാപിറ്റൽ മാത്രമേ എഴുതാൻ ഉള്ളൂ. അപ്പോൾ ഈ രീതി നേരത്തെ ചെയ്ത പോലെ ഈ രീതി ഈ ചോദ്യം നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതിയെടുത്തിട്ട് അത് വൃത്തിയായി ചെയ്ത് നമ്മുടെ ടീച്ച്മെൻ്റ് ആപ്പ് അക്കൗണ്ടൻസി ക്ലാസ് റൂമിൽ നിങ്ങളത് സബ്മിറ്റ് ചെയ്യണം. ആരും മറക്കരുത്. നേരത്തെ അതിൻ്റെ ഫോർമാറ്റ് നേരത്തെ നമ്മൾ കാണിച്ചു. ഇതേ രീതിയിൽ ഈ ഫോർമാറ്റിൽ വേണം നമ്മൾ ഈ പ്രോബ്ലം ചെയ്യാൻ. ഏകദേശം 2 ട്രാൻസാക്ഷൻ എഴുതി കഴിഞ്ഞിട്ട് ഒരു വര വരച്ചാൽ മതി. നേരത്തെ നമ്മൾ ഓരോ ട്രാൻസാക്ഷനും താഴെ വരച്ചിരുന്നു. അതിൻ്റെ ആവശ്യമില്ല. 2 ട്രാൻസാക്ഷൻ ഒരുമിച്ച് എഴുതിയിട്ട് അത് വരച്ചിട്ട് അത് ടോട്ടൽ ചെയ്തിട്ടാൽ മതി. അങ്ങനെ നമുക്ക് പിന്നെ ആ ടോട്ടലിനോടുകൂടി അടുത്ത ട്രാൻസാക്ഷൻ എഴുതിയിട്ട് പിന്നെ വീണ്ടും ടോട്ടൽ ചെയ്തിട്ട്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ചെയ്യുക. എല്ലാവരും വൃത്തിയായിട്ട് നോട്ട്ബുക്കിൽ ചെയ്തിട്ട് ടീച്ച്മെൻ്റ് ആപ്പിൽ അപ്ലോഡ് ചെയ്യാം. പിന്നീട് നിങ്ങൾക്ക് അടുത്തതായിട്ട് ഒരു പ്രോബ്ലം ഉള്ളത് പുതിയൊരു ചോദ്യമാണ്. പ്രൂവ് ദ അക്കൗണ്ട് ഇക്വേഷൻ ഫ്രം ദ ഫോളോയിങ്. സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് ₹2 lakh. 2 ലക്ഷം രൂപയ്ക്ക് ബിസിനസ് ആരംഭിച്ചു. അത് നമുക്കറിയാം, ക്യാഷും ക്യാപിറ്റലും. അത് എഴുതുന്നത് നമ്മൾ പഠിച്ചാണ്. പർച്ചേസ്ഡ് മെഷീനറി 50,000. 50,000 രൂപയ്ക്ക് മെഷീനറി വാങ്ങി. അപ്പോൾ ഇവിടെ 2 ആസ്പെക്റ്റ് പറയുമ്പോൾ മെഷീനറി ഒരാസ്പെക്റ്റ്. മെഷീനറി വാങ്ങി പറയുമ്പോൾ കിട്ടിയത് മെഷീനറി. അപ്പോൾ പർച്ചേസ് ചെയ്യുമ്പോൾ ക്യാഷ് പോയി, 50,000 രൂപ ക്യാഷ് പോയി. അപ്പോൾ അവിടെ ക്യാഷും മെഷീനറിയാണുള്ളത്, 2 ആസ്പെക്റ്റുകൾ. പെയ്ഡ് സാലറി അറിയുമ്പോൾ അവിടെയുള്ള 2 ആസ്പെക്റ്റുകൾ സാലറിയും ക്യാഷും. ശമ്പളം കൊടുത്തു എന്നാണ്, അപ്പോൾ ക്യാഷായിട്ടാണ് കൊടുക്കുന്നത്. പെയ്ഡ് റെൻറ്റ് അറിയുന്ന ₹1000 എന്ന് പറയുമ്പോൾ അവിടെയും 2 ആസ്പെക്റ്റുകൾ. ഒന്ന് റെൻറ്റും വാടക കൊടുത്തു എന്നാണ്. വാടക കൊടുത്തു, റെൻറ്റ് ഒരു ആസ്പെക്റ്റും. അത് ക്യാഷായിട്ടാണല്ലോ കൊടുക്കുന്നത്. അപ്പോൾ ക്യാഷ് പോയത് വേറെ ആസ്പെക്റ്റും. ഇത്രയുമാണ് ഇതിലുള്ള 2 ആസ്പെക്റ്റുകൾ. ഒന്നാമത്തെ ഇടപാടിൽ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് എന്ന് പറയുമ്പോൾ ക്യാഷും ക്യാപിറ്റലുമാണ് 2 ആസ്പെക്റ്റുകൾ. പർച്ചേസ്ഡ് മെഷീനറി എന്ന് പറയുമ്പോൾ അവിടെ മെഷീനറിയും ക്യാഷുമാണ് 2 ആസ്പെക്റ്റുകൾ. പെയ്ഡ് സാലറി എന്ന് പറയുമ്പോൾ സാലറി എന്ന് പറയുന്നത് ശമ്പളം കൊടുക്കുക എന്നുള്ളത് ചിലവാണ്. അത് ക്യാപിറ്റലിന് കുറയ്ക്കുന്നു. അപ്പോൾ ക്യാപിറ്റലിനെ കുറയ്ക്കുന്ന ഐറ്റമാണ് ചിലവുകൾ. അപ്പോൾ ചിലവുകൾ എഴുതുമ്പോൾ പെയ്ഡ് എന്ന് പറയുന്ന ചിലവുകളൊക്കെ എഴുതുമ്പോൾ അത് ക്യാപിറ്റലിന് കുറക്കുന്നതായിട്ട് കാണിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ ഈ അക്കൗണ്ട് ഇക്വേഷൻ ചെയ്യുമ്പോൾ പെയ്ഡ് സാലറി എന്ന് പറയുമ്പോൾ അത് ക്യാപിറ്റലിൽ നിന്ന് ആ എമൗണ്ട് കുറക്കുന്നതായിട്ട് കാണിക്കേണ്ടി വരും. പിന്നെ ക്യാഷ് കുറയുന്നു, ശമ്പളം കൊടുക്കുമ്പോൾ ക്യാഷ് കുറയുന്നു. പിന്നെ പെയ്ഡ് റെൻറ്റ് അറിയുമ്പോൾ അതും ചിലവാണ്. ചിലവായതുകൊണ്ട് അത് ക്യാപിറ്റൽ കുറക്കുന്നു, ഡിക്രീസ്
ഇൻ ക്യാപിറ്റൽ കുറവുണ്ടാകും. അപ്പോൾ ക്യാപിറ്റലിൽ നിന്നാണ് അത് കുറയ്ക്കേണ്ടത്. പിന്നെ ക്യാഷിൽ അത് കുറവുണ്ടാക്കും. അപ്പോൾ ഇത് നമുക്ക് കോളങ്ങൾ വരയ്ക്കുമ്പോൾ ഇവിടെ ക്യാഷും മെഷീനറിയും രണ്ട് ആസ്പെക്റ്റുകളാണ് അസറ്റുകളിൽ. പിന്നെ വേറൊരു ആസ്പെക്റ്റ് അറിയുന്നത് ക്യാപിറ്റലുമാണ്. റെൻറ്റ്, സാലറി ഒക്കെ എന്ന് പറയുന്നത് ചിലവുകളാണ്. ഈ ചിലവുകൾ ക്യാപിറ്റലിൽ നിന്ന് കുറച്ച് കാണിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ഇടപാട് അറിയുന്നത് സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് ₹2 lakh. 2 ലക്ഷം രൂപയ്ക്ക് ബിസിനസ് തുടങ്ങി. അത് നിങ്ങൾ സാധാരണ പോലെ തന്നെ എഴുതുക. ക്യാഷിൽ 2 ലക്ഷം, ക്യാപിറ്റലും 2 ലക്ഷം. പിന്നീട് രണ്ടാമത്തെ ഇടപാട് പർച്ചേസ്ഡ് മെഷീനറി 50,000. 50,000 രൂപയ്ക്ക് മെഷീനറി വാങ്ങി. 50,000 രൂപയ്ക്ക് മെഷീനറി വാങ്ങി എന്ന് പറയുമ്പോൾ നമ്മളത് മെഷീനറി ഭാഗത്ത് 50,000 എഴുതുന്നു. അങ്ങനെ മെഷീനറി 50,000 വാങ്ങി. അപ്പോൾ 50,000 രൂപ കൊടുത്തിട്ടാണ് മെഷീനറി വാങ്ങിയത്. അപ്പോൾ ക്യാഷിൽ 50,000 രൂപ കുറയുന്നു. മൈനസ് 50,000 എന്ന് ക്യാഷ് കോളത്തിൽ എഴുതുന്നു. എന്നിട്ട് അത് ബാലൻസ് ചെയ്യുമ്പോൾ ബാലൻസ് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. 2 ലക്ഷത്തിൽ നിന്ന് 50,000 പോയാൽ 1,50,000 രൂപ ബാലൻസ് ക്യാഷ്. മെഷീനറിയിൽ 50,000 ഉണ്ട്. അപ്പോൾ ആ ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ 1,50,000 ക്യാഷും മെഷീനറി 50,000 കൂട്ടിയാൽ 2 ലക്ഷം രൂപ. അതുപോലെ തന്നെ ക്യാപിറ്റൽ 2 ലക്ഷം. അതിന് പ്രത്യേകം മാറ്റങ്ങൾ ഒന്നുമില്ല. ഇനി മൂന്നാമത്തെ ഇടപാട് പെയ്ഡ് സാലറി ₹3,000. 3,000 രൂപ ശമ്പളം കൊടുത്തു എന്ന് പറയുമ്പോൾ ക്യാഷിൽ ആ പൈസ കുറയണം. ശമ്പളം പണമായിട്ടാണ് കൊടുക്കുക. അപ്പോൾ ക്യാഷിൽ 3,000 രൂപ കുറഞ്ഞു. പിന്നെ 3 എഴുതിയ ട്രാൻസാക്ഷൻ നേരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. 3 ട്രാൻസാക്ഷൻ നമ്പർ മാത്രം എഴുതിയാൽ മതി. നിങ്ങൾക്ക് ട്രാൻസാക്ഷൻ നമ്പർ എഴുതിയാലും മതി, അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ മൊത്തമായിട്ട് ട്രാൻസാക്ഷൻ മുഴുവനായിട്ട് അവിടെ എഴുതാം. നിങ്ങൾ നമ്പർ എഴുതിയാലും മതി. അപ്പോൾ 3 എന്ന് എഴുതിയിട്ട് സാലറിയിൽ 3,000 രൂപ ക്യാഷിൽ 3,000 രൂപ കുറവ് വരുന്നതായിട്ട് കാണിക്കണം. പിന്നീട് ശമ്പളം എന്ന് പറയുന്നത് ചിലവാണ്. ചിലവുകൾ കൂടുന്നതൊക്കെ ഈ ക്യാപിറ്റൽ കുറക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ക്യാപിറ്റലിൽ നിന്നും ഈ 3,000 രൂപ സാലറി എക്സ്പെൻസുകളൊക്കെ ക്യാപിറ്റലിൽ നിന്ന് കുറക്കുന്നതായിട്ട് കാണിക്കണം. അപ്പോൾ അവിടെ -3,000 ക്യാപിറ്റലിൽ നിന്ന് കുറച്ച് -3,000 ക്യാപിറ്റലിന് നേരെ താഴെ എഴുതേണ്ടത്. എന്നിട്ട് അത് ബാലൻസ് ചെയ്യുമ്പോൾ ക്യാഷ് 1,47,000 പിന്നെ മെഷീനറി 50,000 തന്നെ. അത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 1,97,000 പിന്നെ ബാലൻസ് അസറ്റ് സൈഡ് ടോട്ടലുണ്ട്. അതുപോലെ ക്യാപിറ്റൽ 2 ലക്ഷത്തിൽ നിന്ന് 3,000 സാലറി കുറഞ്ഞാൽ, അത് ചില എക്സ്പെൻസ് സൈഡിൽ കുറഞ്ഞാൽ 1,97,000 ക്യാപിറ്റലുണ്ട്. അപ്പോൾ 2 സൈഡും ടോട്ടലി ഈക്വലായി. ഇനി നാലാമത്തെ ട്രാൻസാക്ഷനാണ് പിന്നെ നമ്മൾ പെയ്ഡ് റെൻറ്റ് എന്നുള്ളത്. പെയ്ഡ് റെൻറ്റ് എന്നുള്ളത് 1,000 രൂപ റെൻറ്റ് കൊടുത്തു. അപ്പോൾ ആ റെൻറ്റ് വാടക കൊടുക്കുന്നത് ക്യാഷായിട്ട് കൊടുക്കുക. അപ്പോൾ ക്യാഷിൽ നിന്ന് 1,000 രൂപ കുറക്കണം. -1,000 എന്ന് ക്യാഷ് കോളത്തിൽ എഴുതുന്നു. പിന്നീട് ഈ റെൻറ്റ് എന്ന് പറയുന്നത് ചിലവാണ്. ചിലവുകൾ ക്യാപിറ്റൽ കുറക്കുന്ന കാര്യമാണ്, ഡിക്രീസിങ് ക്യാപിറ്റൽ വരുത്തുന്ന കാര്യമാണ്. അപ്പോൾ ക്യാപിറ്റലിൽ നിന്നും ഈ ചിലവ് 2,000 രൂപ റെൻറ്റ് ക്യാപിറ്റലിൽ നിന്ന് കുറയുന്നതായിട്ട് കാണിക്കണം. അപ്പോൾ ക്യാപിറ്റൽ നേരെ താഴെ -1,000 എന്നെഴുതാം. അങ്ങനെ അത് വീണ്ടും ബാലൻസ് ചെയ്യുമ്പോൾ 1,57,000 1,000 പോയാൽ 1,46,000. 50,000 മെഷീനറിയിൽ മാറ്റില്ല. ടോട്ടൽ വരുമ്പോൾ 1,96,000 വരും. അസറ്റ് ടോട്ടൽ. ലയബിലിറ്റി എന്ന് പറയുന്ന ഭാഗത്ത് ക്യാപിറ്റൽ മാത്രമേ ഉള്ളൂ. ക്യാപിറ്റൽ ടോട്ടൽ ചെയ്യുമ്പോൾ 1,96,000. ഈ രീതിയിലാണ് നമ്മൾ ഈ ചോദ്യം ചെയ്യേണ്ടത്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എൻ്റെ പേഴ്സണൽ വാട്സപ്പ് നമ്പറിൽ ചോദിക്കാം. എന്തെങ്കിലും സംശയങ്ങൾ ഈ ഭാഗവുമായി ബന്ധപ്പെട്ട് ഉണ്ടെങ്കിൽ. അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു അസൈൻമെൻറ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. അസൈൻമെൻറ്റ് ക്വസ്റ്റ്യനാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ഇതേ രീതിയിലുള്ളൊരു ചോദ്യമാണ്. പ്രൂവ് ദി അക്കൗണ്ട് ഇക്വേഷൻ ഫ്രം ദ ഫോളോയിങ് ട്രാൻസാക്ഷൻ. താഴെ തന്നിരിക്കുന്ന ഇടപാടുകളിൽ നിന്ന് അക്കൗണ്ട് ഇക്വേഷൻ ശരിയാണെന്ന് തെളിയിക്കാം. 1, സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് 4 lakh. നമ്മൾ നേരത്തെ ചെയ്താണ്. പർച്ചേസ്ഡ് ഫർണിച്ചർ, മെഷീനറി എന്നുള്ളതിന് പകരം ഫർണിച്ചർ വരും. അത്രേ ഉള്ളൂ, വേറെ മാറ്റങ്ങളൊന്നുമില്ല. പെയ്ഡ് വേജസ്, സാലറി എന്നുള്ളതിന് പകരം വേജസ് ആവും. പെയ്ഡ് അഡ്വർടൈസ്മെൻറ്റ് ഇത് രണ്ടും പേയ്മെൻറ്റുകളാണ്. ഇപ്പോൾ വേജസ് ഒരു എക്സ്പെൻസാണ്, പരസ്യവും ഒരു എക്സ്പെൻസാണ്. ഈ 2 എക്സ്പെൻസുകൾ വരുന്നതൊക്കെ ക്യാപിറ്റലിൽ നിന്ന് കുറയണം. അപ്പോൾ പെയ്ഡ് വേജസ് എന്ന് പറയുന്നത് ക്യാഷിൽ നിന്നും കുറയും, ക്യാപിറ്റലിൽ നിന്നും കുറയും. അഡ്വർടൈസ്മെൻറ്റ് അറിയുന്നത് ക്യാഷിൽ നിന്നും കുറയും, ക്യാപിറ്റലിൽ നിന്നും കുറയും. ഈ രീതിയിൽ നേരത്തെ ചെയ്ത പോലെ ഈ ചോദ്യം നിങ്ങൾക്ക് അതേ ഫോർമാറ്റിൽ, ഈ തന്നിരിക്കുന്ന അതേ ഫോർമാറ്റിൽ
നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. എല്ലാവരും ആ ചോദ്യം ഒന്ന് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അടുത്തായിട്ട് നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു പുതിയ ചോദ്യമാണ്. പ്രൂവ് ദി അക്കൗണ്ട് ഇക്വേഷൻ ഫ്രം ദ ഫോളോയിങ് ട്രാൻസാക്ഷൻ. താഴെ തന്നിരിക്കുന്ന ഇടപാടുകളിൽ നിന്ന് അക്കൗണ്ട് ഇക്വേഷൻ ശരിയാണെന്ന് തെളിയിക്കുക. അത് സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് ₹6 lakh, 6 ലക്ഷം രൂപയ്ക്ക് ബിസിനസ് ആരംഭിച്ചു. പർച്ചേസ്ഡ് ഗുഡ്സ് ₹20,000, 20,000 രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങി. ഇൻട്രസ്റ്റ് റിസീവ്ഡ് ₹3,000, 3,000 രൂപ ഇൻട്രസ്റ്റ് വാടക കിട്ടി. റെൻറ്റ് റിസീവ്ഡ് ₹1,000, 1,000 രൂപ റെൻറ്റ് കിട്ടി. ഈ കാര്യങ്ങൾ അപ്പോൾ ഇവിടെ നേരത്തെ പെയ്ഡായിരുന്നു, പേയ്മെൻറ്റ് അറിയുമ്പോൾ എക്സ്പെൻസ് ആയിരുന്നു. ഇപ്പോൾ പർച്ചേസ്ഡ് ഗുഡ്സ് ₹2,000 രൂപയ്ക്ക് ക്യാഷ് എന്നുള്ള അർത്ഥമാണ് അവർക്ക്. അപ്പോൾ 2,000 രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങി. അപ്പോൾ സ്റ്റോക്കിൽ വരും, ക്യാഷും വരും, ക്യാഷിൽ കുറയും ചെയ്യും. ഇൻട്രസ്റ്റ് റിസീവ്ഡ് അറിയുന്നത് റിസീവ്ഡ് ഇൻകമാണ്. ഇൻകം ആകുമ്പോൾ അത് ക്യാഷിൽ കൂടും. ആ പൈസ 3,000 രൂപ കിട്ടിയതാണ്, ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടി. അപ്പോൾ 3,000 രൂപ ക്യാഷിൽ കൂടുകയും അതുപോലെ അത് ക്യാപിറ്റലിനോട്, ഇൻകമൊക്കെ ക്യാപിറ്റൽ വർദ്ധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇൻകം ക്യാപിറ്റലിനോട് കൂടെ കൂട്ടേണ്ടി വരും. റെൻറ്റ് റിസീവ്ഡ് അറിയുന്നതും റിസീവ്ഡ് ആയതുകൊണ്ട് അത് ഇൻകമാണ്. ഈ ഇൻകം ആയതുകൊണ്ട് അത് ക്യാപിറ്റലിനോട് കൂടി കൂട്ടണം. അതുപോലെ ക്യാഷിലും റെൻറ്റ് കിട്ടി, വാടക 1,000 രൂപ കിട്ടിയേക്കാണ്. അപ്പോൾ 1,000 രൂപ ക്യാഷിൽ കൂടുകയും വേണം. ഈ രീതിയിലാണത് ചെയ്യേണ്ടത്. അത് ചെയ്തത് നിങ്ങൾ ഒന്ന് നോക്കുക. പിന്നെ നമ്മുടെ ചോദ്യം സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് ₹6 ലക്ഷമായിരുന്നു. അപ്പോൾ 6 ലക്ഷം എന്നുള്ളത് 6 lakhs എന്നുള്ളത് ക്യാഷ് കോളത്തിലും അതുപോലെ ക്യാപിറ്റൽ കോളത്തിലും എഴുതുന്നു. പർച്ചേസ്ഡ് ഗുഡ്സ് ₹20,000, 20,000 രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങി എന്നുള്ളത്, 20,000 രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങി എന്നുള്ളത് പറയുമ്പോൾ അത് സ്റ്റോക്കിൽ 20,000 കൂടണം. അതുപോലെ ക്യാഷിൽ 20,000 കുറയുകയും വേണം. ക്യാഷിൽ 20,000 മൈനസ് സ്റ്റോക്കിൽ 20,000 കൂടുന്നു. ഇൻട്രസ്റ്റ് റിസീവ്ഡ് 3,000. അത് നിങ്ങൾ അപ്പോൾ ഇവിടെ ഈ രണ്ട് ഇടപാടുകൾ കഴിഞ്ഞാൽ നമുക്കത് ബാലൻസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ബാലൻസ് ചെയ്യുമ്പോൾ ടോട്ടൽ ചെയ്യുമ്പോൾ 6 ലക്ഷത്തിൽ നിന്ന് 20,000 ക്യാഷ് കുറയുമ്പോൾ 5,80,000, സ്റ്റോക്കിൽ 20,000 കൂടി. അപ്പോൾ 5,80,000 20,000 കൂടി 6 ലക്ഷം. അസറ്റ് സൈഡ് 6 ലക്ഷം കറക്റ്റാണ്. അതുപോലെ ക്യാപിറ്റലിൽ 6 ലക്ഷം, ഒരു മാറ്റമല്ല. അപ്പോൾ രണ്ട് സൈഡും ഈക്വലാണ്. അപ്പോൾ അസറ്റ്സ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റീസ് എന്ന അക്കൗണ്ട് ഇക്വേഷൻ നമ്മൾ 2 ട്രാൻസാക്ഷൻ കഴിഞ്ഞപ്പോഴും ശരിയാണെന്ന് തെളിയിച്ചു. ഇനി മൂന്നാമത്തെ ട്രാൻസാക്ഷനാണ് ഇൻട്രസ്റ്റ് റിസീവ്ഡ് ₹3,000 രൂപയ്ക്ക് ഇൻട്രസ്റ്റ് കിട്ടി എന്നുള്ളത്. അപ്പോൾ ഈ കിട്ടി എന്നുള്ളത് വരുമാനമാണ്. അത് കിട്ടുമ്പോൾ 3,000 രൂപ ക്യാഷ് കിട്ടിയതാണ്. ക്യാഷിൽ 3,000 രൂപ പ്ലസ് ഇടണം. അപ്പോൾ 3,000 രൂപ ക്യാഷിൽ പ്ലസ് ഇട്ടു. പിന്നീട് ഇൻട്രസ്റ്റ് എന്നുള്ളത് വരുമാനമാണ്. അപ്പോൾ ക്യാപിറ്റലിനോട് കൂടി കൂടണം. ക്യാപിറ്റലിൻ്റെ നേരെ താഴെ പ്ലസ് 3,000 ക്യാപിറ്റൽ എഴുതി. പിന്നീട് റെൻറ്റ് റിസീവ്ഡ്, ഇനി അത് റെൻറ്റ് റിസീവ്ഡിന് മുമ്പ് അതൊരു ഇടപാട് കഴിഞ്ഞാൽ നമുക്കതൊന്ന് ബാലൻസ് ചെയ്ത് നോക്കേണ്ടതുണ്ട്. അക്കൗണ്ട് ഇക്വേഷൻ ശരിയാണോ, ഓരോ ഇടപാടിന് ശേഷം ശരിയാണോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ അത് ബാലൻസ് ചെയ്തിട്ട് ശരിയാണോ നോക്കാം. അപ്പോൾ അത് ടോട്ടൽ ചെയ്യുമ്പോൾ 5,80,000 നിന്ന് 80,000 കൂടി 3,000 രൂപ കൂട്ടിയാൽ 5,83,000. പിന്നെ സ്റ്റോക്കിൽ 20,000. അപ്പോൾ അത് ടോട്ടൽ ചെയ്യുമ്പോൾ 6,03,000. ക്യാപിറ്റലിനോട് കൂടി 3,000 കൂടുന്നതുകൊണ്ട് 6,03,000 ക്യാപിറ്റലിൻ്റെ ഭാഗത്ത് ടോട്ടൽ. അപ്പോൾ അസറ്റ്സ് ഈസ് ഈക്വൽ ടു അസറ്റ് 6,03,000, ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റീസ്, ക്യാപിറ്റൽ ഇവിടെ 6,03,000 അപ്പോൾ രണ്ട് സൈഡും ഈക്വൽ ആണെന്ന് തെളിയിച്ചു. അക്കൗണ്ട് ഇക്വേഷൻ ശരിയാണെന്ന് നമ്മൾ തെളിയിച്ചു. ഇനി നാലാമത്തെ ട്രാൻസാക്ഷനാണ് പിന്നെ റെൻറ്റ് റിസീവ്ഡ് ₹1,000 രൂപ റെൻറ്റ് കിട്ടി എന്നുള്ളത്. 1,000 രൂപ റെൻറ്റ് കിട്ടി എന്നുള്ളത് നമ്മൾ ക്യാഷ് കോളത്തിൽ ക്യാഷായിട്ടാണ് കിട്ടുന്നത്. ക്യാഷ് കോളത്തിൽ 1,000 രൂപ ഇൻക്രീസ് ചെയ്തായിട്ട് കാണിക്കണം, പ്ലസ് ഇടണം. ക്യാഷ് ഭാഗത്ത് 1,000 രൂപ പ്ലസ് ഇട്ടു. അതുപോലെ നമുക്കത് ക്യാപിറ്റലിലും റെൻറ്റ് കിട്ടിയാണ്, വരുമാനമാണ്. വരുമാനം ക്യാപിറ്റൽ വർദ്ധിപ്പിക്കും. വരുമാനം ക്യാപിറ്റലിനോടുകൂടി കൂടണം. അപ്പോൾ ക്യാപിറ്റലിനോടുകൂടി 1,000 രൂപ കൂടുന്നു. ഇപ്പോൾ ഇനി രണ്ട് സൈഡും ടോട്ടൽ ചെയ്യുമ്പോൾ ക്യാഷ് കോളം 5,84,000, സ്റ്റോക്ക് 20,000, പിന്നെ ടോട്ടൽ 6,04,000.
അസറ്റ് എന്ന ഭാഗം ടോട്ടൽ 6,04,000. അതുപോലെ ക്യാപിറ്റൽ ടോട്ടൽ 6,04,000. അപ്പോൾ ഈ 4 ഇടപാട് കഴിഞ്ഞപ്പോഴും അസറ്റ്സ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റീസ് എന്ന അക്കൗണ്ട് ഇക്വേഷൻ ശരിയാണെന്ന് നമ്മൾ തെളിയിച്ചു കഴിഞ്ഞു. ഈ രീതിയിലാണ് നമ്മൾ ഈ ചോദ്യം ചെയ്യേണ്ടത്. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൽ ചോദിക്കുക. ഇതുമായി ബന്ധപ്പെട്ട അതേ രീതിയിലുള്ളൊരു ചോദ്യം നിങ്ങൾക്ക് അസൈൻമെൻ്റായിട്ട് അസൈൻമെൻറ്റ് തരുന്നതാണ്. നിങ്ങൾക്ക് ഇതേ രീതിയിലുള്ള വേറൊരു ചോദ്യം നിങ്ങൾക്കിവിടെ ഇതുപോലുള്ളൊരു അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഞാൻ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ട് തരുന്നതാണ്. ഇനി ഇതേപോലുള്ള വേറൊരു ചോദ്യമാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നത്. ഈ ചോദ്യം ഒന്ന് ശ്രദ്ധിക്കാം. പ്രൂവ് ദി അക്കൗണ്ട് ഇക്വേഷൻ ഫ്രം ദ ഫോളോയിങ് ട്രാൻസാക്ഷൻ. താഴെ പറയുന്ന ഇടപാടുകളിൽ നിന്ന് അക്കൗണ്ട് ഇക്വേഷൻ ശരിയാണെന്ന് തെളിയിക്കുക. 1. സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് ₹5 lakhs. 5 ലക്ഷം രൂപയ്ക്ക് ബിസിനസ് തുടങ്ങി. അപ്പോൾ 5 ലക്ഷം രൂപയ്ക്ക് ബിസിനസ് ആരംഭിച്ചു എന്നുള്ളത് ക്യാഷിൽ ബിസിനസ് ആരംഭിച്ചാൽ ക്യാഷിൽ 5 ലക്ഷം, ക്യാപിറ്റലിൽ 5 ലക്ഷം. അത് സാധാരണ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ. പർച്ചേസ്ഡ് ഗുഡ്സ് ₹20,000. 20,000 രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങി വരുമ്പോൾ സ്റ്റോക്കിൽ 20,000, ക്യാഷിൽ 20,000 രൂപ കുറയും. കമ്മീഷൻ റിസീവ്ഡ് 3,000 എന്ന് പറയുമ്പോൾ റിസീവ്ഡാണ്, ഇൻകമാണ്. അപ്പോൾ ക്യാഷിൽ 3,000 രൂപ വർദ്ധിക്കും. അത് ക്യാപിറ്റലിനോടുകൂടി ഈ 3,000 കൂടുന്നു. പിന്നീട് 4ാമത്തെ ചോദ്യം, സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ്. സാധനങ്ങൾ കടത്തിന് വിറ്റു. 4,000. 4,000 രൂപയ്ക്ക് സാധനങ്ങൾ കടത്തിന് വിറ്റു. കോസ്റ്റ് ₹3,000. 3,000 രൂപ വിലയുള്ളതാണ് 4,000 രൂപയ്ക്ക് വിറ്റത്. അപ്പോൾ നമ്മൾ സ്റ്റോക്കിൽ ഈ സാധനങ്ങൾ പിന്നെ കാണിക്കേണ്ടത് കോസ്റ്റ് പ്രൈസിലാണ്. അപ്പോൾ സ്റ്റോക്കിൽ നമ്മൾ 3,000 രൂപയെ കുറക്കാൻ പാടുള്ളൂ. എന്നാൽ നമുക്ക് ക്യാഷ് കിട്ടുന്നത് കടത്തിന് വിറ്റതാണ്. കടമായിട്ട് കിട്ടാൻ പോകുന്നത് 4,000 രൂപയാണ്. കടത്തിന് വിറ്റ് 4,000 രൂപയ്ക്കാണ് വിറ്റ്. അപ്പോൾ നമുക്ക് 4,000 രൂപയാണ് കിട്ടാനുള്ളത്. അപ്പോൾ ഡെപ്റ്റേഴ്സ് എന്നുള്ള കോളത്തിൽ 4,000 രൂപ കിട്ടാനുള്ളതിന് നമ്മൾ ഡെപ്റ്റേഴ്സ് എന്ന് പറയും, 4,000 എന്നും എഴുതണം. അപ്പോൾ 3,000 രൂപയുടെ സാധനം 4,000 രൂപയ്ക്ക് വിറ്റു എന്ന് പറയുമ്പോൾ അവിടെ ഒരു 1,000 രൂപ പ്രോഫിറ്റുണ്ട്. അപ്പോൾ ഈ പ്രോഫിറ്റുള്ളത് 1,000 രൂപ പ്രോഫിറ്റുള്ളത് നമ്മൾ ക്യാപിറ്റലിനോടുകൂടി കൂട്ടി കാണിക്കണം. ആ രീതിയിൽ ചെയ്തതാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നത്. 1. സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് എന്നുള്ളത് വരുമ്പോൾ ₹5 lakh ക്യാഷ് കോളത്തിലും ക്യാപിറ്റൽ കോളത്തിലും എഴുതണം. പർച്ചേസ്ഡ് ഗുഡ്സ് ₹20,000 എന്ന് പറയുന്നത് 20,000 രൂപ സ്റ്റോക്കിലും എഴുതണം, ക്യാഷിൽ 20,000 രൂപ കുറഞ്ഞതായിട്ടും കാണിക്കണം. അങ്ങനെ അത് കാണിച്ചതിന് ശേഷം ബാലൻസ് ചെയ്യണം. ബാലൻസ് ചെയ്യുമ്പോൾ ക്യാഷ് ബാലൻസ് 4,80,000, സ്റ്റോക്ക് 20,000 ഉണ്ട്. അത് രണ്ടും കൂട്ടിയാൽ 5 ലക്ഷം. ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റീസ് എന്ന സൈഡിൽ ക്യാപിറ്റലിൽ 5 ലക്ഷം തന്നെയാണുള്ളത്. അപ്പോൾ അക്കൗണ്ട് ഇക്വേഷൻ ശരിയാണെന്ന് 2 ട്രാൻസാക്ഷൻ കഴിഞ്ഞപ്പോൾ നമ്മൾ തെളിയിച്ചു. 3ാമത്തെ ട്രാൻസാക്ഷൻ, കമ്മീഷൻ റിസീവ്ഡ് ₹3,000. 3,000 രൂപയ്ക്ക് കമ്മീഷൻ കിട്ടി. 3,000 രൂപ കമ്മീഷൻ കിട്ടിയെന്നാണ്. കിട്ടിയെന്ന് പറയുമ്പോൾ ക്യാഷ് കിട്ടിയതായിട്ടാണ്. അപ്പോൾ ക്യാഷ് കോളത്തിൽ നമ്മളവിടെ 3,000 എന്ന് എഴുതിയിട്ടുണ്ട്. സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ ഇത് കമ്മീഷൻ കിട്ടിയെന്നുള്ളത് വരുമാനമാണ്. ഇൻകം ആകുമ്പോൾ അത് ക്യാപിറ്റലിനോട് കൂടി കൂട്ടിക്കാണിക്കണം. അപ്പോൾ ഇവിടെ ക്യാപിറ്റലിൻ്റെ കോളത്തിൽ അത് +3,000 എന്നിട്ട് എഴുതണം. എന്നിട്ട് നമ്മളത് ടോട്ടൽ ചെയ്യുന്നു, ബാലൻസ് ചെയ്യുന്നു. അപ്പോൾ ക്യാഷ് കോളത്തിൽ 4,83,000, അതുപോലെ സ്റ്റോക്ക് കോളത്തിൽ 20,000, അതുപോലെ അപ്പോൾ ടോട്ടൽ 5,03,000. അതുപോലെ ക്യാപിറ്റൽ കോളത്തിൽ 5,03,000. അങ്ങനെ വരുമ്പോൾ 2 സൈഡും അസറ്റ്സ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റീസ് എന്ന അക്കൗണ്ട് ഇക്വേഷൻ ആ 3 ഇടപാട് കഴിഞ്ഞപ്പോഴും ഈക്വലാണെന്ന് സത്യമാണെന്ന് തെളിയിച്ചു കഴിഞ്ഞു. ഇനി 4ാമത്തെ ട്രാൻസാക്ഷനാണ്. 4ാമത്തെ ട്രാൻസാക്ഷനാണ് സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ₹4,000. 4,000 രൂപയ്ക്ക് സാധനങ്ങൾ വിറ്റു 3,000 രൂപയുടെ. അപ്പോൾ നമ്മളത് സ്റ്റോക്കിൽ 3,000 രൂപ കുറഞ്ഞായിട്ടേ കാണിക്കാൻ പറ്റുള്ളൂ. 3,000 രൂപയുടെ സ്റ്റോക്കാണ് വിറ്റത്. പക്ഷേ 4,000 രൂപയ്ക്കാണ് വിൽക്കുന്നത്, കടത്തിനാണ് വിൽക്കുന്നത്. അപ്പോൾ ഡെപ്റ്റേഴ്സ് എന്നൊരു കടത്തിനുള്ളവരെ കിട്ടാനുള്ളവരെ നമ്മൾ ഡെപ്റ്റേഴ്സ് എന്നാണ് പറയുക, പൈസ തരാനുള്ളവരെ. അപ്പോൾ ഈ തരാനുള്ള ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അത് മുഴുവൻ തുകയും 4,000 രൂപ നമ്മൾ എന്ത് ചെയ്യണം, 4,000 രൂപക്കാണ് വിറ്റത്. അപ്പോൾ 4,000 രൂപയും കിട്ടാനാണ്.
4000 രൂപ ഡെപ്റ്റേഴ്സ് എന്ന കോളത്തിൽ നമ്മൾ എഴുതേണ്ടതുണ്ട്. പിന്നീട് നമ്മളത് 4000 രൂപ ഡെപ്റ്റേഴ്സ് എന്ന കോളത്തിൽ എഴുതിയിട്ട് നമ്മളത് ടോട്ടൽ ചെയ്യുന്നു. അതുപോലെ ഈ 4000 ഡെപ്റ്റേഴ്സ് എഴുതുന്നു. അവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്, 3000 രൂപയുടെ സാധനങ്ങളാണ് 4000 രൂപയ്ക്ക് വിറ്റത്. അപ്പോൾ 1000 രൂപ അവിടെ നമുക്ക് ലാഭം കിട്ടിയിട്ട് 3000 റുപ്യേൻ്റെ 4000 റുപ്യക്ക് വിൽക്കുമ്പോൾ 1000 രൂപ ലാഭം. ഈ 1000 രൂപ ലാഭം പ്രോഫിറ്റ് എന്നുള്ളത് പറയും. ഈ പ്രോഫിറ്റ് ക്യാപിറ്റലിൽ വർദ്ധിപ്പിക്കുന്ന സാധനമാണ്. അപ്പോൾ ക്യാപിറ്റലിനോട് കൂടി അത് ആഡ് ചെയ്തിട്ടാണ് എഴുതേണ്ടത്. ക്യാപിറ്റലിൽ ആഡ് ചെയ്തിട്ടാണ് അത് ചെയ്യുന്നതായിട്ടാണ് കാണിക്കേണ്ടത്. അപ്പോൾ ക്യാപിറ്റൽ നേരെ താഴെ +1000 എന്ന് എഴുതുന്നു. എന്നിട്ട് നമുക്കത് ടോട്ടൽ ചെയ്യുമ്പോൾ ക്യാഷിൽ മാറ്റൊന്നുമില്ല, 4,83,000. സ്റ്റോക്കിൽ 20,000 നിന്ന് 3,000 കുറഞ്ഞാൽ ബാക്കി 17,000. ഡെപ്റ്റേഴ്സ് 4,000 തന്നെ. അപ്പോൾ ആ സൈഡ് ടോട്ടൽ, അസറ്റ് സൈഡ് ടോട്ടൽ 5,04,000. ക്യാപിറ്റൽ ടോട്ടൽ ചെയ്യുമ്പോൾ 5,03,000, 1000 കൂട്ടിയാൽ 5,04,000. അപ്പോൾ ക്യാപിറ്റൽ സൈഡും ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റി സൈഡും ടോട്ടൽ ഈക്വൽ ആണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അസറ്റ്സ് 5,04,000, അതുപോലെ തന്നെ ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റലും 5,04,000. അപ്പോൾ നമുക്ക് പറയാം ഈ 4 ഇടപാട് കഴിഞ്ഞപ്പോഴും അക്കൗണ്ട് ഇക്വേഷൻ ശരിയാണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് പറയാൻ പറ്റും. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് അടുത്തൊരു ചോദ്യമുള്ളത്, പ്രൂവ് ദി അക്കൗണ്ട് ഇക്വേഷൻ ഫ്രം ദ ഫോളോയിങ് ട്രാൻസാക്ഷൻ. ഇതുപോലുള്ള വേറൊരു ചോദ്യമാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നത്. അതേ രീതിയിലുള്ളൊരു ചോദ്യം തന്നെയാണ്. സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് ₹7 lakhs, 7 ലക്ഷത്തിന് ബിസിനസ് ആരംഭിച്ചു. അപ്പോൾ ക്യാഷും ക്യാപിറ്റലും. പർച്ചേസ്ഡ് ഗുഡ്സ് 30,000, 30,000 രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങി. അപ്പോൾ അവിടെ സ്റ്റോക്കും ക്യാഷും. ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്നുള്ളത് പറയുമ്പോൾ 4,000 രൂപ ഡിസ്കൗണ്ട് കിട്ടിയറിയുന്നത് വരുമാനമാണ്, ഇൻകമാണ്. അപ്പോൾ 4,000 രൂപ ഡിസ്കൗണ്ട് കിട്ടിയത് നമ്മൾ ക്യാഷിൽ എഴുതണം. അതുപോലെ ക്യാപിറ്റലിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടും എഴുതണം. പിന്നീട് സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ഫോർ ₹5,000, 5,000 രൂപയ്ക്ക് സാധനങ്ങൾ വിറ്റു. 4,000 രൂപയുടെ സാധനങ്ങളാണ് വിറ്റത്. അപ്പോൾ 5,000 രൂപയ്ക്ക് 4,000 രൂപയുടെ സാധനങ്ങൾ വിറ്റാൽ സ്റ്റോക്കിൽ 4,000 രൂപ മൈനസായിട്ട് കാണിക്കണം. പിന്നെ ഡെപ്റ്റേഴ്സ്, കടത്തിനാൽ വിൽക്കുന്നത്. അപ്പോൾ കടത്തിനാകുമ്പോൾ കിട്ടാനുള്ളവരെ, ആ പൈസ തരാനുള്ളവരെ നമ്മൾ ഡെപ്റ്റേഴ്സ് എന്ന് പറയും. അപ്പോൾ ഡെപ്റ്റേഴ്സ് എന്ന കോളത്തിൽ 5,000 എഴുതുന്നു. അപ്പോൾ 4,000 റുപ്യേൻ്റെത് 5,000 റുപ്യക്ക് വിറ്റാൽ 1,000 രൂപ ലാഭം. ഈ 1,000 രൂപ ലാഭം ക്യാപിറ്റൽ എന്ന കോളത്തിൽ +1000 എന്നിട്ട് എഴുതുന്നു. അങ്ങനെ നമ്മൾ ടോട്ടൽ ചെയ്യുമ്പോൾ ഈ 4 ഇടപാട് കഴിയുമ്പോഴും അസറ്റ്സ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ പ്ലസ് ലയബിലിറ്റീസ് എന്ന അക്കൗണ്ടിങ് ഇക്വേഷൻ ശരിയാണെന്ന് തെളിയിക്കാൻ കഴിയും. ഈ രീതിയിൽ നിങ്ങൾ ഈ ചോദ്യങ്ങൾ ചെയ്യുക. എല്ലാവരും ഈ അസൈൻമെൻറ്റ് ചോദ്യം, 4 അസൈൻമെൻറ്റ് ചോദ്യങ്ങളുണ്ടാവും. ഈ 4ഉം നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. അതെല്ലാവരും ഇന്ന് തന്നെ ചെയ്യുക. എല്ലാവർക്കും നന്നായി ചെയ്യാനും പഠിക്കാനും കഴിയട്ടെന്ന് ആശംസിക്കുന്നു. താങ്ക് യു.